കൂട്ടുപിടിച്ച് ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം മറന്നുപോയി. കാരണം പ്രധാനപ്പെട്ട ആളുകളൊക്കെ മതത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടൊന്നും എനിക്കറിയില്ല. ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഒരു ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ പ്രസംഗം ഇന്ന് വൈറലാണ്. നിങ്ങൾ കേട്ടോ? അത് മതത്തിന്റെ പേരിലാണ് വോട്ട് പിടിക്കുന്നത്. എന്താ പറയുന്നത്? 5 നേരം നിസ്കരിക്കുന്ന ഉത്തമയായിട്ടുള്ള ഒരു യുവതിയെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കുക? നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന മുസ്ലിം ലീഗ് UDFന്റെ ഒരു യോഗത്തിൽ നടത്തിയ പ്രസംഗമാണ്. വേറൊരു സ്ഥലത്ത് വേറൊരു കോൺഗ്രസിന്റെ നേതാവ് പറയാണ്, ഞങ്ങളാരും പള്ളിയുടെ മുമ്പിൽ യുവതികളെ ഫോട്ടോ വെക്കൂല. യുവതികളെ ഫോട്ടോ വെച്ചാൽ യുവതികളെ ഫോട്ടോ വെക്കൂല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. എന്ത് സ്ത്രീ സമത്വമാണ്, എന്ത് സാംസ്കാരികതയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്? കേരളത്തിലെ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടി അത് UDFന്റെ ഭാഗമാണ്. പരസ്യമായിട്ട് മറ്റത് SDPI നമുക്കറിയാലോ. നിരോധിത സംഘടനകൾ പേര് മാറി വരുമ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. SDPI പിന്തുണക്കുന്നത് CPM-നെ. കോഴിക്കോട് അതിന്റെ നേതാവ് പത്രക്കാരോട് പറഞ്ഞത്, കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം 47 വാർഡിൽ BJPക്കെതിരായി നിങ്ങൾ CPM-ന് വോട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും എങ്ങോട്ടാണ് കേരളം പോകുന്നത്? PMCയിൽ നിന്ന് സർക്കാർ മുന്നോട്ട് പോയി. നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താ? CPI-ന്റെ എതിർപ്പുണ്ടാകുന്നത്. CPI എന്നുള്ള സാധനം ഈ മരുന്ന് പോലും ഇല്ലാത്ത കേരളത്തിൽ CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ പിണറായി വിജയൻ മറുക്കുവോ? പുറത്തു പറയുന്നത് CPI-യുടെ എതിർപ്പാണെങ്കിലും PMC പദ്ധതി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലെ അവിടെ പാമ്പ് മേയുന്ന മാളങ്ങൾ അടച്ച് നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പൈസ അത് വേണ്ട എന്ന് വെക്കാൻ പറയുന്ന ന്യായം എന്താ പറയുന്നത്? വർഗീയ പദ്ധതിയാണ്, ഞങ്ങൾക്ക് വേണ്ട. സർക്കാർ ഒപ്പിട്ട് മുന്നോട്ട് പോയപ്പോ കേരളത്തിലെ 2 പ്രബലരായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ, മതസംഘടനകൾ അതിനെ എതിർത്തു. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും. ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി മുന്നോട്ട് വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ PMC പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയി എന്നുള്ള സന്ദേശം സമൂഹത്തിന് നൽകിയത്. അല്ലാതെ CPI-യുടെ ബിനോയ് വിശ്വത്തിന്റെ ഭീഷണിപ്പെടുത്തുകൊണ്ടല്ല. പക്ഷേ പത്രക്കാരും CPM-കാരും LDF-കാരും ഒക്കെ പറയുന്നത് CPI-യിൽ എതിർപ്പാണ്. നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെയും സമസ്തയുടെയും അജണ്ടക്കനുസരിച്ച് കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയെ അധികാരത്തിൽ വരണമോ? നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ വേറൊരു സമാധാനം, ഇവർ പിടിക്കുന്നതൊക്കെ പുലിവാലാണ്. ആ ഗവർണർ വന്നിട്ട് നമ്മുടെ രാജ്ഭവനില് ഭാരതാംബയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു വരുന്നത്. പക്ഷെ കേരളം മുഴുവൻ ക്യാമ്പയിൻ ആ ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളെല്ലാം ഭാരതമാതാവിന്റെ മക്കളാണ്. ഇതിങ്ങനെ കൊടുക്കിൽ കൊണ്ടപ്പോ ഈ ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഈ ചിത്രത്തെയാണ് അംഗീകരിക്കാത്തത് എന്ന്. ചിത്രത്തിന് എന്തിനാ അംഗീകരിക്കുന്നു? ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ. അരൂപിയായിട്ടുള്ളപ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അരൂപിയാണെന്നല്ലോ പറയുന്നത്. വലിയ സിദ്ധാന്തം അനുസരിച്ച് അദ്വൈതവാദമാണ്. ദൈവത്തിന്റെ അംശം നമ്മളിലുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ രൂപവും പദ്ധതിയും ഒക്കെ വെച്ച് ആരാധിക്കുന്നത് എന്താ വെച്ചാൽ, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രൂപം മനസ്സിൽ കൈവരിക്കാണ് അതിനെ ഭക്തിപൂർവ്വം കാണുന്നതൊക്കെ. ഇതേപോലെ ഭാരതാംബയുടെ ഒരു ചിത്രം ഗവർണർ വെച്ചു, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പൊ പറഞ്ഞു, അത് ശരിയാവില്ല, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് തുടങ്ങിയ വിവാദത്തിന്റെ ഒടുവിൽ ഈ ഭാരതാംബയെ ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള
ബിനോയ് വിശ്വത്തെ കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിപ്പിച്ചവരാ നമ്മള്. വിളിച്ചില്ലേ? അവിടെ തെളിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതിനെക്കാട്ടും വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു. ആ മൂന്നാമത്തെ വന്ദേ ഭാരത് ഓടിച്ചപ്പോ ആ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ, അത് ഇന്ത്യയിലെ എല്ലാ ഉദ്ഘാടന വേളയിലും സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നത് മുമ്പത്തെ പോലെയല്ല. മുമ്പ് നെഹ്റുവും കുടുംബവും പോയിരിക്കുക, ഓല പേര് കൊത്തി വെക്കുക, ഇതായിരുന്നില്ല പരിപാടി. ഇന്നെല്ലാ നാനാ തുറകളിലുള്ള ആളുകളെയും സാമൂഹ്യ പ്രവർത്തകന്മാരെ വിളിക്കുന്നുണ്ട്, കലാകാരന്മാരെ വിളിക്കുന്നുണ്ട്, സിനിമയിൽ അറിയപ്പെടുന്ന ആളുകളെ വിളിക്കുന്നുണ്ട്, കൂട്ടത്തിൽ വിദ്യാർത്ഥികളെയും വിളിച്ചു. അത് ഇപ്രാവശ്യം ക്ഷണിച്ചത് സരസ്വതി വിദ്യാനികേതനിലെ വിദ്യാർത്ഥികളെയാണ്. അവരെ ഈ ഒഫീഷ്യൽ പരിപാടിയുടെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ടില്ല. വിളിച്ചത് ഇവിടത്തേക്കാണ്, ഇതിൽ യാത്ര ചെയ്യാനാണ്. സൗജന്യ പാസ് കൊണ്ട് യാത്ര ചെയ്യാൻ, ആദ്യ യാത്ര വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അല്ലാണ്ട് റെയിൽവേ ഒഫീഷ്യൽ പരിപാടിയിൽ ഇവരെ വാക്ക് ഉണ്ടായിരുന്നില്ല, അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരൊരു കോച്ചിൽ യാത്ര ചെയ്യുമ്പോ ഒരു ചാനലുകാരൻ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, എന്നാ പിന്നെ ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു പാട്ട് പാടുന്നു. ഈ കുട്ടികളോട് ചോദിച്ചതാണ് ചാനലുകാരൻ. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു, സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളാണ്, ഒരു ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള പാട്ട് പാടുന്നത് ഇവർ പ്രതീക്ഷിച്ചാലേ തെറ്റല്ലേ? അവര് രാജ്യസ്നേഹം തോന്നുന്ന പാട്ടാണ് ഓര് പഠിച്ചത്. സിനിമാ പാട്ട് പാടിയില്ല, രാജ്യസ്നേഹം തോന്നുന്ന പാട്ട് പാടി. പരമപവിത്രത ദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുതുവാസിനി സേവനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അത് പാടിയപ്പോ കുറച്ചാളുകൾ പറഞ്ഞു, ഈ RSSന്റെ ശരണത്തിൽ പാടുന്നത് എന്ന പാട്ടാണ്. ഉടനെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, റെയിൽവേ ചെയ്തത് ശരിയല്ല, ഇത് RSS വർഗീയവൽക്കരണത്തിന്റെ പാട്ടാണ്, ഈ പാട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് മലയാള അർത്ഥം അറിയാത്തതുകൊണ്ട് വേറൊരു ഡെലിറ്റ് പിൻവലിച്ചത് പോസ്റ്റ്. കുറച്ചേരും ആളുകൾ ചാനലിനെ പിൻവലിച്ചത്. അതിനകത്ത് പക്ക രാജ്യസ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവര് ഗൂഗിളും മറ്റേ ചാറ്റ് ജിപിടിയോ എല്ലാം എടുത്ത് വെച്ച് ചെക്ക് ചെയ്തു, ഇതിനകത്ത് എന്താണ്, എല്ലാ ഭാഷയിലും ഇത് പരിവർത്തനം ചെയ്ത് നോക്കി. അതിനകത്ത് രാജ്യസ്നേഹം കൊണ്ടുള്ള വാക്കുകളല്ലാണ്ട് വേറെ ഒരു വാക്കുമില്ലാതെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ വീണ്ടും അത് റീപോസ്റ്റ് ചെയ്തു. ഇല്ലേ? ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ രസം അതൊന്നുമല്ല. രസം പിറ്റേ ദിവസം DYFI ഇതിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത്. പ്രതിഷേധം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പരമപവിത്രം ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ റെയിൽവേന്റെ ഈ നടപടിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. പകരം എങ്ങനെയാ പ്രതിഷേധിച്ചത്? ഞങ്ങൾ മുഹമ്മദ് ഇക്ബാലിന്റെ സാരേ ജഹാംസെ അച്ച പാടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാരേ ജഹാംസെ അച്ച നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു മുൻകൂട്ടി എടുത്തു കൊണ്ടുവന്ന് പരിപാടി അധ്യക്ഷ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോ സാരേ ജഹാംസെ അച്ച അങ്ങ് പാടി തുടങ്ങി. കേരളം മുഴുവൻ ലൈവാണ്, ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം ചാനൽ ചർച്ചയിൽ മൊത്തം ഇഴകീറി പരിശോധിച്ചതാണ്. ഇതിനകത്ത് വർഗീയതയില്ല, ഇതിനകത്ത് ഹിന്ദുവില്ല, ഇതിനകത്ത് മുസ്ലിമില്ല, അത് ഈ കുട്ടികളെ പാടിയ പാട്ടില്. പക്ഷെ മുഹമ്മദ് ഇക്ബാലിന്റെ സാരേ ജഹാംസെ അച്ച ആദ്യത്തെ പരിപാടി, രണ്ടാമത്തെ വരിയിലതമിരുന്ന് ഹിന്ദു സിതാഹമാര കുട്ടിക്കില്ലേ? എന്താ? ഹിന്ദുക്കളെ സീതയെയും ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു. എവിടെ എത്തി DYFI? വന്ദേ മാതരവും സാരഥിയൊന്നും പാടാത്ത ആളുകളാണ് നമുക്കറിയാം. ആ മറ്റേ എന്താ വിദ്യാനികേതനിലെ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളെ കൊണ്ട് ഒരു ഉപകാരം കിട്ടി. DYFIക്കാരെ കൊണ്ട് സാരേ ജഹാംസെ അച്ച പോലുള്ള ഒരൊന്നാം തരം ഈ ദേശഭക്തി ഗാനം പാടിപ്പിക്കാൻ ഞങ്ങൾക്ക് കേരളത്തിൽ സാധിച്ചു. ആ വന്ദേ ഭാരതത്തിന്റെ യാത്രയോടുകൂടി പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പൊ ഏത് ചർച്ചയിൽ കൈ പിടിച്ചാലും ഇപ്പോ നമുക്ക് അനുകൂലമാണ് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും നമുക്ക് അനുകൂലമാണ്. വീണ ജോർജ് പറഞ്ഞു, ഞങ്ങള് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ത്രി ഞങ്ങൾ പേരുമില്ല. ഇതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം നമ്മൾ നേരത്തെ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ബാധിക്കാണ്. പിന്നെ ഇവര് ഹിന്ദുസ്ഥാൻ പറഞ്ഞാൽ എന്താ? DYFI ഹിന്ദു പേര് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ഇല്ലേ, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ഇല്ലേ,
ഇതൊക്കെ നമ്മളൊരു കാലത്ത് തിരിച്ചങ്ങോട്ട് ചോദിച്ചതാണ്. ഇപ്പൊ നമ്മളോടാ ചോദിക്കുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞാലൊന്നുമില്ല, അത് ബോധ്യപ്പെട്ടല്ലോ അല്ലേ? ഇതേപോലെയാണ് നേരത്തെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ഞങ്ങൾ ആ പേര് കൊടുക്കൂല എന്ന് പറഞ്ഞു. മോദി സർക്കാർ നിങ്ങളുണ്ടോ? പൈസ ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് എന്തിനാ പൈസ കൊടുക്കുന്നത്? PM ശ്രീ പദ്ധതിക്ക് 1400 കോടി. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ഓരോ പ്രദേശത്തും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, അവിടെ എല്ലാ ചികിത്സയും വേണം, യോഗയും പഠിപ്പിക്കണം, മനസ്സിന് ഉല്ലാസം കിട്ടുന്ന ഒരു സെന്ററാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്. അതിന് പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അത് മന്ദിർ എന്ന് പേരിട്ടില്ലെങ്കിൽ പൈസ ഇല്ല. അപ്പൊ ഈ കുറച്ച് കഴിഞ്ഞപ്പോ വീണാ ജോർജ് പറഞ്ഞു അവിടെ ഒന്നും ഒരു പ്രതികരണം വരുന്നില്ലല്ലോ. ശരിക്കും ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആരോ പറഞ്ഞത്, മേഡം ഇത് അമ്പലത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇതൊരു ഓഫീസ് കാര്യാലയം, ഒരു സ്ഥാപനം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഓ അങ്ങനെയാണോ? പിന്നെ ആരോട് പറയണ്ട, പൈസ കൊടുത്തൊക്കെ കൊണ്ടിട്ട് കൊടുക്കാൻ. പിന്നെ അതിനെക്കുറിച്ച് ഒരു അനക്കം ഉണ്ടായിട്ടില്ല. കാരണം ഭയങ്കര ഹീറോയിനായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഡിവൈഫിക്കർ അവതരിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പൊ പിന്നെന്താ നോക്കുമ്പോൾ ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വന്നു, എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിലും ഈ ആയുഷ്മാൻ ഭാരതിന്റെ ഈ പ്രോജക്റ്റിൽ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നമ്മൾ പൊതുപോലും ഇല്ലാത്ത പഞ്ചായത്തിൽ ഉൾപ്പെടെ അതിന്റെ പേര് നല്ല വെണ്ടക്ക അക്ഷരത്തിൽ ഈ CPM-ന്റെ കുത്തക പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പരിപാടിക്ക് പോയി. ഇത് വെസ്റ്റളേരി പഞ്ചായത്തിൽ, ആ വെസ്റ്റളേരി പഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് തന്നെ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ചാടിക്കൈ എതിർക്കും, പിന്നെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് സ്വകാര്യത പറയും. നമ്മളെ ഈ ജൻധൻ യോജന എടുക്കാൻ പറഞ്ഞപ്പോൾ, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് സ്ഥിതി. എന്തായിരുന്നു പ്രശ്നം? ആധാർ നമ്മുടെ രഹസ്യം മുഴുവൻ അമേരിക്കക്കാരൻ ചോർത്തി കൊണ്ടുപോവുകയാണ്. എനിക്കറിയില്ല ഇവരെ രഹസ്യം മുഴുവൻ ഈ ആധാറിലാണ്. നമ്മളെ ആരും സ്വകാര്യതയൊന്നും ആധാറിലില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും നല്ല കിസാൻ സമ്മാൻ നിധി കേരളത്തിൽ 32 ലക്ഷം ആളുകളുടെ അക്കൗണ്ടിലേക്ക് 42,000 രൂപ വന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് ആ പൈസയൊക്കെ വന്നിരിക്കുന്നത്. ഞാനെന്റെ പുസ്തകത്തെ എത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ വീട്ടിലും പോയി നമുക്കേ എന്തെങ്കിലും പറയാം. ആ പറയുന്നതോടൊപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം നമ്മുടെ അതാത് വാർഡിലെ വിഷയങ്ങൾ കൂടി, നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ വിഷയങ്ങൾ കൂടി ഈ സാധനം കൂടി എടുത്തു പോയി ഇതാ ഞങ്ങള് ഒരവസരം കിട്ടിയാൽ മാതൃകാപരമായിട്ടുള്ള വികസനം, കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ കോടികൾ വിലമതിക്കുന്ന വികസന പദ്ധതികളാണ്. അമൃത് പദ്ധതി വഴി, സ്മാർട്ട് സിറ്റി പദ്ധതി വഴി നമ്മളെ നഗരം മോടി പിടിപ്പിക്കാൻ, അതിന്റെ അടിസ്ഥാന സൗകര്യ വികസന, ശുചിത്വത്തിന് വേണ്ടി, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി, ലൈറ്റ് പിടിപ്പിക്കാൻ, അങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ നഗരങ്ങളെയൊക്കെ എത്തിക്കാൻ കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ കോടികളാണ് നമ്മുടെ ഈ ഓരോ നഗരത്തിലേക്കും വരുന്നത്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു വികസനം ഈ വികസിത കാസർഗോഡ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി തരും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലികരാമനയല്ല. തീർച്ചയായിട്ടും 12-ാം തീയതി റിസൾട്ട് വരുമ്പോ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഭരണസാരഥ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലായിരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഗോതയിലിറങ്ങി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. കാസർഗോഡ് ജില്ലയിൽ പരിവർത്തനത്തിന് സന്ദേശവുമായി നമ്മുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ML അശ്വിനി നമ്മെ അഭിസംബോധന ചെയ്തു. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಭಾರತ್ ಮಾತಾ ಕಿ. ಯಾರಿಗೂ ಕೂಡ ಎನರ್ಜಿ ಇಲ್ಲ, ಆಗದಿಂದ ಸಚಿವಣ್ಣ ಅವರದ್ದು ಜೋಶ್ ಆದಂತಹ ಸ್ಪೀಚ್ ಮಾಡ್ತಿದ್ರು ಕೂಡ
ಅವರಷ್ಟು ಜೋರಾಗಿ ಸರ್ ಯಾರು ಕೂಡ ನಮ್ಮ ಒಂದು ಇದರಲ್ಲಿ ಒಂದು ಜೋಶ್ ಇಲ್ಲ. ಇನ್ನು ಎಲೆಕ್ಷನ್ಗೆ ಬರೀ 8 ದಿವಸ ಮಾತ್ರ ಬಾಕಿ ಇರುವಂತದ್ದು. ಸೊ ಆ ಜೋಶ್ ಅನ್ನು ತೋರಿಸ್ಬೇಕಲ್ಲ. ആളെക്കൊണ്ട് നടന്നു ആളുകൊണ്ട് നടന്നു ദുഃഖിതനായി ആളുകൾ ഇവിടുത്തെ എനിക്ക് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് നമ്മുടെ അമ്മമാരെ കഴിയുന്നത്. എത്ര ഉഷിരാണ്, എത്ര ഊർജ്ജസ്വലത ആളുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ 19,621 സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ്ട് 20,000 അടുത്തുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടമാണ്. പടക്കളം നിറഞ്ഞു നിന്ന് പൊരുതുന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടി. എവിടെ പോയാലും താമര, എവിടെ തിരഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂർത്ത മരങ്ങൾ മാത്രം എന്ന് നാം പാട്ട് കേൾക്കും. ഇപ്പൊ കേരളത്തിൽ എവിടെ പോയാലും അവിടെയൊക്കെ താമരയാണ്. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന താമര, വിരിഞ്ഞു നിൽക്കുന്ന താമര, അങ്ങനെ ചിരിച്ചിരിക്കുന്ന താമര. ഒരുപാട് സ്ഥാനാർത്ഥികൾ അതൊക്കെ ഒരുപാട് അങ്ങനെ മുതലിങ്ങുവരെ ഈ ചിരിക്കുന്ന ആളുകൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരു ചിരി മത്സരം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു പുഞ്ചിരി മത്സരം അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ നല്ലൊരു വസന്തോത്സവത്തിന്റെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് ഉടനീളം കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു പോരാട്ടമാണ്, പടക്കളം നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത് എല്ലാ രംഗത്തും. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോരാട്ടം അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വികസനത്തിന്റെ ഒരാശയമാണ് കേരളം ജനതയുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യങ്ങളുമില്ല. വികസനം വികസനം വികസനം, ഈ ഒരു മന്ത്രമാണ് നമ്മുടെ ശക്തി. വികസിത ഭാരതം എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. വികസിത കേരളം എന്നുള്ളത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിശേഷപ്പെട്ട ആശയ പദ്ധതിയാണ്. അതുപോലെ നമ്മുടെ പ്രദേശത്ത് കാസർഗോഡിന്റെ വികസനം, ആ വികസനം എന്നുള്ളത് ഒരു സമ്പൂർണ്ണമായ വികസനം, ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ വികസനമാണ്, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വികസനമാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ വികസനമാണ്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഈ വികസിത ഭാരതം വികസിത കേരളം എന്ന ആ ചിന്തയോടൊപ്പം കാസർഗോഡ് അത് ഒരു സമ്പൂർണ്ണ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതികളും പ്രവർത്തന രീതികളും ഒക്കെ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ട് ഈ ആശയത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. അതായത് രാജ്യത്തിന്റെ വികസനത്തിന്റെ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിലെ ജനതയുടെ വീട്ടിലെത്തിക്കണം. ആ വീട്ടിലെത്തിക്കാൻ തെരഞ്ഞെടുപ്പില് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട സ്ഥിതി എന്താണ് വേണ്ടത്. പണ്ട് കാലത്ത് ജനസംഘടന കാലത്ത് നമ്മുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വാഗ്ദാനത്തിൽ പൂമാരി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വഞ്ചന തങ്ങളുടെ പേമാരി. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങളുടെ പൂമാരി, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വഞ്ചനയുടെ പേമാരി. ഇത് പഴയ മുദ്രാവാക്യമാണ്. ജനസംഖ്യ കാലത്ത് ഞങ്ങളൊക്കെ വിളിച്ചു നടന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നേരെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും. തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഭരണത്തിന്റെ നേട്ടങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മാധ്യമങ്ങളായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന ഒരു മഹനീയമായ മാതൃകയുടെ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ചും നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിന്റെ അത്യുത്തര കേരളത്തിന്റെ ഒരു ഹൃദയമാണ് നമ്മുടെ കാസർഗോഡ്. അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. ഈ ഹൃദയഭൂമികയിൽ ഈ നാടിന്റെ പ്രാദേശിക ഭരണകൂടം, അതാണ് മുനിസിപ്പാലിറ്റി, പ്രാദേശിക ഭരണകൂടത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ വിജയിച്ചു വരണം. വിജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, ഭരണത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടമാക്കി ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ നമ്മുടെ രൂപരേഖ തയ്യാറാക്കിയതിന്റെ അടിത്തറ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾ ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ അവിടെ ഇരിക്കുന്ന ഒരു സുമുഖനായിട്ടുള്ള ഉയർന്നു
സജീവൻ. മനസ്സിലായി? നിങ്ങൾ മോശക്കാരെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോക്കിയിട്ട് കഴിയില്ല. ഇദ്ദേഹമൊക്കെ എത്രയോ ദിവസങ്ങളായിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് അടിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഉള്ളതാണ്. എത്രയോ ദിവസമായിട്ട് ഇവിടെ കിടന്ന് ക്യാമ്പ് ചെയ്ത് ഈ സംഘടനാ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സംഘടനാ സംവിധാനം അതെങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചത് പ്രവർത്തകരോട് പറഞ്ഞ് അത് നടപ്പാക്കുന്ന ആ പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഒഴിയിരിക്കുന്നത്. അശ്വിനി, മനസ്സിലായോ? അപ്പൊ അശ്വിനി ഇപ്പോൾ പറയും, അശ്വിനി പെട്ടെന്ന് ഓടരുത്, അശ്വിനി എന്ന് പറഞ്ഞു ഞെട്ടി. എന്നിട്ട് ഞാനെന്താ പറയാൻ ഒരു കൈ അറിയില്ല. അതാണ് ഞാൻ ചിലപ്പോൾ കുറെ അപകടം പറയുന്നതാണ്. മനസ്സിലായ? അതുകൊണ്ട് അശ്വിനി നോക്കൂ, എത്ര ഗംഭീരമായിട്ടാണ് അവരുടെ പ്രവർത്തനം. ഇതുവരെ ഞാൻ നേരത്തെ വിളിച്ചത് അപ്പോഴും അവിടെ എവിടെയോ പോയിരിക്കുകയാണ്, പഞ്ചായത്ത് പരിപാടി പോയതാണ്. ഇപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നിരിക്കുകയാണ് രണ്ട് കൂട്ടർ. മനസ്സിലായോ? ഞാനാണെന്നുള്ള നേരത്തെ വന്നിട്ട് പെട്ടെന്ന് ദൂരത്തിന് പോകാൻ വേണ്ടിയിട്ടിരിക്കുക. നിങ്ങളെ കണ്ടപ്പോൾ പിന്നെ കുറച്ചൊരു സന്തോഷം കിട്ടും. അതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ ഞാൻ വാസ്തവത്തിൽ നിങ്ങളോട് പറയട്ടെ, ഒരു ജില്ലയിലെ ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി 9 മണി കഴിഞ്ഞ് രാത്രി മുഴുവൻ കാറിലിരുന്ന് ഓടി വെളുപ്പിന് 2 മണിക്കും 3 മണിക്കുമൊക്കെ താമസിക്കേണ്ടിടത്തെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് ഓട്ടത്തോടുള്ള ഓട്ടമാണ്. ഈ ഓട്ടത്തിന്റെ ക്ഷീണമൊക്കെ തീരുന്നത് നിങ്ങളെ പോലെയുള്ള ഉശിരന്മാരായ ആളുകളുടെ മുന്നിലെത്തുമ്പോൾ ഈ ക്ഷീണമൊക്കെ നടന്നു പോവുകയാണ്, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഇതാണ് കേരളത്തിലുടനീളം കാണുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ സ്ഥാനാർത്ഥികൾ പോയാൽ എനിക്കറിയാം വോട്ടില്ലാത്ത കുട്ടികളായിരുന്നു സ്ഥാനാർത്ഥിനെ കൊടുക്കുന്നത്. എന്നിട്ട് ജനങ്ങൾ ഭരിപ്പിച്ചു. വോട്ടില്ലാത്ത കുട്ടികളെയും കുട്ടി ജനങ്ങൾ വോട്ട് ചോദിക്കാൻ വരുന്നത്. കാരണം നമ്മുടെ കൂടെ നടക്കാൻ മുതിർന്ന ആളുകളുണ്ടായിരുന്നില്ല, പ്രൗഢന്മാരാരും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ സംഘത്തിൽ നിന്നൊക്കെയുള്ള ഒരു പ്രേരണ കിട്ടി. കുട്ടികൾ ജനസംഘത്തിന്റെ ആളാണെങ്കിലും ആ കുട്ടികളെ കൂടി നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ സ്ഥിതി? ഇന്ന് സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികൾ, കൂടെ നടക്കാൻ മുതിർന്ന ആളുകൾ, പ്രൗഢന്മാരായ ആളുകൾ, സമൂഹം ഗൗരവത്തോടു കൂടി ആദരിക്കുന്ന ആളുകളൊക്കെ സ്ഥാനാർത്ഥികളുടെ കൂടെ പോവുകയാണ്. ഇതുവരെ ആരും പോയിട്ടില്ലെങ്കിൽ ഇനി പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ നല്ല മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ കാണുന്ന ജനങ്ങൾക്ക് കൊടുത്താൽ ഗൗരവമുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കണ്ടറിയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പെരുമാറ്റം അത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും, ജനങ്ങൾക്ക് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇന്നതല്ല, ഞാൻ ഈ 91 ഇവിടെ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ ആ കർണാടകത്തിൽ അതിർത്തി എന്നാണ് തുടങ്ങിയത്. ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പോളിന്റെ സർക്കസുകാരുടെ ജീപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയറൂർ ഭാഗത്തു നിന്ന് ഓടിപ്പോൾ സ്റ്റേറ്റ് വേറെ ഭാഗത്ത്, അതാണ് സർക്കസുകാരുടെ ജീപ്പ്. അങ്ങനെയുള്ള ഒരു ജീപ്പാണ് കിട്ടിയത്. മുന്നിലും ആളില്ല, പിന്നിലും ആളില്ല, ഇടത്തും ആളില്ല, തലത്തും ആളില്ല. പക്ഷെ നമ്മളത് പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിന്റെ ബീജത്തിലൊന്നും കുറവുമില്ല. കാരണം നമുക്കൊരു ശക്തി, ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം അത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിന്റെ സാംസ്കാരിക പരമ്പരയിലൂടെ ഈ സമൂഹത്തിന് വെളിച്ചം പകർന്നു കൊടുത്ത പ്രകാശഗോപുരമായിട്ടുള്ള ഒരുപാട് ആചാര്യ പരമ്പര നമുക്ക് തന്നിട്ടുള്ള ഒരു ഭാരതീയ ജീവിത ദർശനത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം നമ്മുടെ ശിലാപഠനങ്ങളിലേക്ക് പകർന്നു കിടക്കുന്ന ഒരു ശൗര്യം നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് എത്ര നമ്മൾ തോറ്റിട്ട് തോൽക്കാത്ത ഒരു പാർട്ടിയായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 2 സീറ്റാണ് തമിഴ്നാട്ടിൽ. വാജ്പേയി തോറ്റില്ല ആ തെരഞ്ഞെടുപ്പിൽ. അഹമ്മദാബാദിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും 2 ആളെ എത്തും. ഒരു ജംഗം വേണ്ടി ഒരു ഏക്കപ്പെട്ടി 542 പാർലമെന്റ് സീറ്റിൽ 2. അവിടെ നിന്നാണ് നമ്മൾ കുതിച്ചു വരുന്നത്. അപ്പൊ എന്തായാലും അടിസ്ഥാനമൊന്നുമില്ല. നേരത്തെ നമ്മുടെ വന്ദേ ഭാരത് പാടിയില്ലേ നമ്മളെ സഹോദരി, വന്ദേ ഭാരതത്തിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി, വന്ദേ ഭാരതം കഴിഞ്ഞിട്ട് ഭാരത് മാതാക്കി ജയിക്കുന്ന ഒരു ശക്തി. ഇപ്പോൾ വൈകിട്ടാണെങ്കിൽ കടന്നു വന്ന നമ്മുടെ സഹോദരിമാർ ഭാരത് മാതാക്കി ജയിക്കുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ഹാളിനകത്തെ വന്നപ്പോൾ ഈ ഭാരത് മാതാക്കി ജയിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ശക്തിയിൽ നിന്നാണ് പരാജയപ്പെട്ടിട്ടും വിജയത്തിലേക്ക് കുതിച്ചു ചാടുവാനുള്ള ഊർജം നമുക്ക് ലഭിച്ചത്. ഈ മഹാമന്ത്രത്തിൽ നിന്നാണ് ഭാരത് മാതാക്കി ജയിക്കുന്ന മുദ്രാവാക്യം. അത് നമുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമുള്ള ഒരു കൈമുതലാണ്, ഒരു സമ്പത്താണ്. അതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രത്യേകത. നമ്മുടെ പാർട്ടി കസേരകൾക്ക് ചുറ്റും കറങ്ങി നടക്കുന്നവരുടെ പാർട്ടിയല്ല. ഭാരതം എന്ന നമ്മുടെ ഭാരതമാതാവിന്റെ ഒരു ഭവ്യമായ ഭാവി, ലോക
ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഭാരതത്തെ എത്തിക്കുവാനുള്ള പദ്ധതിയും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ. അങ്ങനെയാണ് നമ്മൾ ഈ ശക്തി സംഭരിച്ചത്. നമ്മുടെ ഈ അധികാരത്തിൽ വരുന്ന ആളുകൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി 143 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും എന്ന് നമ്മൾ കണ്ടിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജനസംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ തോന്നില്ല. ഒരു വിശ്വാസം കടന്നൊക്കെ ദീപമായി കത്തിക്കുന്ന പൊൻദീപം, ശ്യാംബാബു വളർത്തിയ ദീപം, ശ്യാം ധീരദയാലി വളർത്തിയ ദീപം, അടൽ ബിഹാരി കാക്കും ദീപം തലമുറ കൈമാറി ഗതാഗത ഞങ്ങൾ സൂക്ഷിക്കും. ജനസംഘത്തിലാണ് അതുങ്ങളൊക്കെ പഴയ ജനസംഘം കുറച്ചത്. ജനസംഘ അവർ തലയാട്ടിച്ചിരിക്കുന്നത് ആ ശക്തി അതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ താമരയിലൂടെ കടന്നത്. താമരയുടെ ആ പദത്തിലൂടെ കടന്നത് ഇന്ന് ഭാരതത്തിന്റെ ഭരണചക്രത്തിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടുണ്ട്. ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഭരണം, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വികസന മാതൃക നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഈ രാജ്യത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ വികസന മാതൃക മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന, മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന വികസന മാതൃക. അതുകൊണ്ട് ആ വികസനം നമ്മുടെ നാട്ടിൽ വരണം, കേരളത്തിൽ വരണം. ആ വികസനം നമ്മുടെ കാസർഗോഡ് വരണം. കാസർഗോഡ് പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും ഒരു കൂട്ടർ എഴുതി തീരെഴുതി കൊടുക്കാനുള്ളതായി കാസർഗോഡ് ഈ തൊഴിലാളിന്റെ ഈ തലസ്ഥാനമായി ഈ മണ്ണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഒരു അന്ധവിശ്വാസം ഈ രാജ്യത്ത് പ്രചരിച്ചിട്ടുണ്ട്. ഏതോ ചില പാർട്ടികൾക്ക് സ്ഥിരമായിട്ട് അവർക്ക് ഭരിക്കാനുള്ളതാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവും ഇവിടെ ആസൂത്രിതമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അത് മാറ്റണം. കാസർഗോഡ് ജില്ലയുടെ തലസ്ഥാനം നേടിയാണ് കാസർഗോഡ്. ഈ മുനിസിപ്പാലിറ്റിയിൽ നരേന്ദ്രമോദിയുടെ കരകൾക്ക് ശക്തി പകരുന്ന, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സാധാരണ മനുഷ്യർക്ക് മകൻ തോന്നുന്നുണ്ട്. കുറച്ച് എത്രകാലം ഇവർ ചുമന്ന് നടന്നു. നമ്മുടെ ജീവിത വഴികുട്ടിയിലെ പാഴായില്ലേ, ഒരു മാറ്റം വേണ്ടേ? എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ നമുക്ക് സ്വീകരിച്ചുകൂടാ എന്ന് ജനങ്ങളുടെ ഉള്ളിലൊഴിച്ചിട്ടുള്ള ഒരു പരിവർത്തനം കൂടെ. ഞാൻ ഈ വായ്പയിൽ പോയപ്പോൾ അവിടെ ജബ്ബ അദ്ദേഹം പ്രസ്ഥാനത്തെ അങ്ങനെ അനുഭവപ്പെടുന്നു. ഒരു ജബ്ബ അവരുണ്ട്, മുസ്ലിങ്ങളൊക്കെ വരുന്നു നമ്മുടെ കൂടെ. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. അവർ അങ്ങനെയാണെന്നുള്ളത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു, ഇവിടുന്ന് പോയി അങ്ങോട്ട് പോയ ഒരാൾ UP-യിൽ കൂടി നടന്നു പോവുകയാണ്. UP-യിൽ കൂടി, യോഗി എത്താതെ അതിനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ വിശാലമായ ഒന്നാന്തര റോഡിന് വലിയ മാറ്റം വന്നിട്ടുണ്ടവിടെ. അപ്പോഴതിന് അടുത്ത് കേരളത്തിൽ എഴുതാം. പക്ഷെ എങ്കിലും അവിടെ ഈ ബീഫ് കഴിക്കാൻ പറ്റുമോ എന്റെ ചോദ്യമാണ്. ചുരുങ്ങിയ വിലക്ക് പെട്രോളും ഡീസലും കിട്ടുന്നു, നല്ല റോഡുണ്ട് എന്നൊരാൾ പറഞ്ഞപ്പോ ഉടനെ അയാൾ ചാടി പിടിക്കുന്ന ബീഫില്ല. കാരണം ഇവൻ അതിനെ ബീഫിൽ ജനിച്ച് ബീഫിൽ വരുന്ന ആളാണ് തോന്നിയത് നിങ്ങളുടെ. പക്ഷെ അതിനെ പറഞ്ഞു അവിടെ ഇതില്ല. അവിടെ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. മറ്റേ ഉള്ള ആഹാരങ്ങളൊക്കെ അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ താമസിച്ചിടത്താണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിമിന്റെ ഹോട്ടലിലാണ് താമസിച്ചത്. അവർക്കൊന്നും ഒരു പരാതിയില്ല, അവർ സന്തോഷമാണ്. യോഗി ആദിത്യനാഥ് പറയുന്നത് ഈ ക്രിമിനലിയുടെ സൂക്കറുള്ളത് കേരളത്തിലാണ്. ഈ കല്യാണം കൂടെ നാം മാറ്റിക്കൊടുക്കുക. കേരളത്തിൽ കിടന്നിട്ടാണ് ഈ നമ്മളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി മനുഷ്യ മനസ്സിലേക്ക് വിഷം കുത്തിച്ചെലുത്തി ഒന്നിച്ചു നിൽക്കേണ്ട ഭാരതത്തിന്റെ ജനതയെ ഭിന്നിപ്പിച്ച് അവരെ തെരുവ് യുദ്ധത്തിന് പ്രേരിപ്പിച്ച് ഇവിടെ ചോരപ്പുഴയുണ്ടാക്കി. ആ ചോരപ്പുഴയിൽ കൂടി ഒഴുകി വരുന്ന അധികാരത്തിന്റെ അപ്പക്കഷണം തിന്നാൻ വേണ്ടി നടക്കുന്ന ഈ ക്രിമികീടങ്ങളും ക്രിമികടികളുടെ സൂത്രങ്ങളുള്ള കുറെ ഇടതും വലതും മുന്നണിയുടെ ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരുടെ ക്രിമികടി മാറ്റിക്കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്ഭുതകരമായിട്ട് മാറ്റമുണ്ടാവും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാവും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കട്ടെ. ഞാൻ ഈ പ്രദേശങ്ങളിൽ കൂടി പരിപാടികൾക്ക് പങ്കെടുത്ത് വന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക. അതുകൊണ്ട് കാസർഗോട്ടെ ജനങ്ങൾ ഞാൻ അധികം പറയുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാധ്യക്ഷനും നമ്മുടെ പ്രിയപ്പെട്ട സജീവം വന്നു. ഇവരൊക്കെ മിസ്റ്റർ സുനിലെത്തി. എവിടെയാണ് എൻ്റെ സുനിൽ? ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഞാൻ നിൽക്കുകയും വന്ന സ്ഥാനാർത്ഥി അവിടെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാമകൃഷ്ണ ആശ്രമത്തിന്റെ അടുത്തുകൂടി അവിടെ ഒരു ഗൃഹസമ്പർക്കം നടത്തിയപ്പോൾ അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണ്ഡല പ്രസിഡന്റിനെ കാണുന്നു. മണ്ഡല പ്രസിഡന്റോടെ അതെ നമ്മുടെ ഈ സ്ഥാനാർത്ഥി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്താ അവരുടെ സൂര്യ വീട് കിടക്കുക? അല്ല, അവര് ഗൃഹസമ്പർക്കത്തിലാണ്. ഗൃഹസമ്പർക്കത്തിൽ പോയിട്ട് ആളെ
പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളെ മീറ്റിംഗ് കിട്ടിയിട്ട് അവരുടെ സമയം കളയാം, നമ്മുടെ സമയം കളയാൻ ആവശ്യമുണ്ടോ? ആ ഗൃഹസമ്പർക്കമാണ് അടിസ്ഥാന പ്രവർത്തനം. അവിടെ മിസ്റ്റർ സുനിൽ വന്നില്ലാതെ സുനിൽ പോയിട്ട് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി. അത് ഞാൻ പറയാം കേട്ടോ. ചിരി കണ്ടാൽ തന്നെ ഓർത്തില്ല. നിങ്ങളെന്താ പറയുന്നത്? ഈ ചിരിക്കത്തെ ചെറിയ ചിരിയിൽ നമ്മൾ അങ്ങോട്ട് നോക്കും. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രസന്ന മധുരമായ ഐശ്വര്യ ദേവതകളാണ് അവിടെ മുഴുവൻ ഇരിക്കുന്നത്. കയറി ചൊല്ലു വീട്ടിലേക്ക് ധൈര്യപൂർവ്വം നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് നോക്കുന്നതിനും മനസ്സിലായ അത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഞാനിതൊക്കെ കണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ചെങ്കോട്ട് ഓണം ആശ്രമത്താണ് എൻ്റെ പരിപാടി പോയി. സത്യാനന്ദ സരസ്വതി അവിടെ നമ്മുടെ വനിതാ സ്ഥാനാർത്ഥിയാണ്. ഞാൻ പിറ്റേ ദിവസം സ്ഥാനാർത്ഥികളുടെ കൂടെ ഗൃഹസഭയിൽ പോയി. ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മുടെ വനിതകളാണ്, നമ്മുടെ അമ്മമാരാണ്. പുതിയതായിട്ട് വന്ന സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിനകത്തേക്ക് ഓടി കയറിയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമസ്കരിച്ചാൽ ഇവരുടെ ആരോഗ്യം ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഉഷാറാണ്. സൂര്യ നമസ്കാരം എടുക്കാൻ മടിയെങ്കിൽ ഈ നമസ്കാരം നടക്കും. അതിനിടെ ചില ആളുകൾ കുട്ടികളുടെ കാലിൽ പോകുന്നത് അത് വേണ്ട, മുതിർന്നവരുടെ കാലിൽ പോയി നമസ്കരിക്കുക, പിള്ളേരുടെ കാലിൽ നിന്ന് പോയി വളരെ ഉത്സാഹമാണ്. എവിടെ പോകുമ്പോഴും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ജനസംഖ്യ കാലത്തൊക്കെ അങ്ങോട്ട് പിന്നെ സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറുമ്പോൾ പൂമുഖൽ കുടുംബനാഥന്മാരുണ്ടെങ്കിൽ അവര് നമ്മളെ കണ്ടപ്പോൾ അപ്പോൾ അകത്ത് കയറി വാതിലെടുക്കും. ആ ഒരു കാലം എനിക്കറിയാം, അനുഭവിച്ചാൽ ഞാൻ നമ്മളോട് പരിഹാസമായിരുന്നു, നമ്മൾ വേണ്ടായിരുന്നു, നമുക്ക് സ്വാഗതം ഉണ്ടായിരുന്നില്ല, നമുക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥികളും നമ്മുടെ പ്രവർത്തകന്മാരും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അകത്തുള്ള കുടുംബനാഥന്മാരും കുട്ടികളടക്കം പുറത്തേക്ക് വന്ന് അവരെ സ്വീകരിച്ച് എന്തൊരു സന്തോഷമാണ്, എന്തൊരു മാറ്റമാണ്. വളരെ വലിയ ഒരു രാസപരിണാമ പരിവർത്തനം രാജ്യത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ സംഭവിച്ചിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പാതയിൽ കൂടി നവഭാരതത്തെ പടുത്തുയർത്തുവാനുള്ള പ്രതിജ്ഞയുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ പോരാളികളിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ഒരു നിമിഷം പാഴാക്കാതെ ഗൃഹസമ്പർക്കം ഒട്ടും മടി കൂടാതെ. മെഡിക്കൽ ആവശ്യമില്ല, നിങ്ങൾ ആവേശഭരിതരാണ്. എന്നോട് സവിത ടീച്ചർ പറഞ്ഞിരുന്നു നേരത്തെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ ഇടക്ക് എഴുന്നേറ്റ് പോകുന്നു എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അവരെ സമാധാനം ചെയ്തു. ടീച്ചറെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരമ്മയാണ്, ഒരമ്മൂമ്മയാണ്. കഴിഞ്ഞ പഴയ കാലത്തെ തെരഞ്ഞെടുപ്പിൽ സവിത ടീച്ചറുടെ വീട്ടിൽ ചെറിയ വീട്ടിൽ പോയി അവിടുത്തെ വട്ടത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചറോട് കിടക്കുന്നു കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ടീച്ചറെ, ഞാൻ അധികം തോന്നുന്നു, എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല പറഞ്ഞതാ. അപ്പോൾ ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ നേതാക്കന്മാർ കൃത്യമായ രൂപരേഖ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. രമേശ മുഖ്യമായി ഇപ്പോൾ ആള് നിർത്തില്ലേ, രമേശിന്റെ വിഷമിച്ചിരിക്കുന്നു. അതൊന്നുമല്ല, ഞാൻ ദേഷ്യപ്പെട്ടു വർഷമാണ് ഇവിടെ വന്നിട്ട് ഇവര് മണിക്കൂറായി ഇവർക്ക് മുന്നോട്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന ആളുകൾക്ക് പിന്നെ അവർ ലാസ്റ്റ് പോയാൽ മതി, ഇവർ നേരത്തെ വന്നാണ്. അപ്പൊ അതൊക്കെ ഉണ്ട്. അതൊക്കെ സമയം ഒരു പ്രധാന ഘടകമാണ്. സമയമാം രഥമാണ്. സമയമാം രഥത്തിലാണ് നമ്മുടെ ജീവിത യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സമയത്തിന്റെ കഥ മനസ്സിലാക്കുക. നമ്മൾ ധൈര്യമായിട്ടും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മൾ ഈ ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിയുടെ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന പോരാളികളാണ്, പടയാളികളാണ് എന്ന ശക്തമായ ഭാവനയോടുകൂടി തുടർന്നും നമ്മുടെ സ്ഥാനാർത്ഥികളും നമ്മുടെ ഈ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുമെല്ലാം ഒരുമിച്ച് നമുക്ക് യുദ്ധം വിജയിപ്പിക്കണം. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ജയം മാത്രമല്ല, മുനിസിപ്പാലിറ്റിയുടെ ഭരണം നമ്മുടെ കൈകളിൽ വരണം. അതിനാവശ്യമായി എനിക്ക് സത്യത്തിൽ ചെറിയ പറയാനുണ്ട്. ബാക്കി പറയേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ എല്ലാവരും കൂടി നിറവ് പറഞ്ഞോളൂ. അധിക സമയം എടുത്ത് വളരെ ബുദ്ധിമുട്ടിക്കരുത്. അത് ഞാൻ പറയാം. ഇതൊക്കെ ആരെങ്കിലും പറയണ്ടേ? ഈ രസിക്കാത്ത സത്യങ്ങളാണ് പറയുന്നത്. രസിക്കാത്ത സത്യം പറയാം ആരെങ്കിലൊക്കെ വേണ്ടി അതിനോട് പറയുന്ന ഒരാളാണ് ഞാൻ ഒന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെതായ ബുദ്ധിമുട്ടിരിക്കുന്ന ആളുണ്ട്. എന്നാലും നമ്മൾ എല്ലാവരും കൂടി നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ കാലം മുതൽ ഇവിടേക്ക് ഞാൻ തോന്നുന്നത് അനുസരിച്ചിട്ടപ്പോ ഈ അനന്താശ്വരിയുടെ രാമകൃഷ്ണൻ നിങ്ങൾക്കറിയാൻ പറയും ഇല്ലേ? അറിയില്ലേ?
പഴയ ജനസംഘ കലമാരാജ്യം പറഞ്ഞ അയാളുടെ ഭക്ഷണം തരും. കലാമാരുടെ സ്റ്റുഡിയോ പോയിട്ട് അന്ന് ഒരു ചെറിയപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞ ചിരിക്കപ്പ എവിടെ ചിരിയില്ല, സത്യത്തിന് സങ്കടമാണ്. നാളെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വണ്ടിയില്ല, എങ്ങനെ കുട്ടികളൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുണ്ടോ? എത്ര തവണ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കാൻ കഴിയാതെ പോയ ഒരു പഴയ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇന്നലെ സ്ഥാനാർത്ഥികൾ ചിരിക്കുന്ന ആ സന്തോഷം നമ്മൾ മുഖം കാണുമ്പോൾ എനിക്ക് ആ പഴയ സങ്കടങ്ങളെല്ലാം മാറി. വളരെ ഹൃദയം നല്ല സന്തോഷം ഇന്നുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെ ചെറിയൊരു പദസഞ്ചലനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വരാൻ പോകുന്ന പോരാട്ടത്തിൻ്റെ ശൗര്യം അത് നമ്മുടെ സിരകളിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നല്ല പോരാട്ടം നടത്തി വിജയം വരിക്കണം. ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ അനുഭവ സമ്പന്നനാണ് രമേശ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി. അദ്ദേഹത്തിന് പൂർണ്ണ സേവനമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇത് ചെറിയ കാര്യമല്ല, അദ്ദേഹത്തിന് പൂർണ്ണ സേവനം അത് ചെറിയ കാര്യമല്ല കേട്ടോ. അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നു. അത് ഒരു വലിയ കാര്യമാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പോരാട്ടം നടത്തി വിജയം വരിക്കണം. അതിലുള്ള ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ് എന്ന കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനത്തിന് പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം. എനിക്ക് നാളെ രാവിലെ ബാലുശ്ശേരിയെത്താം. എന്തായാലും പറയുന്നത് എനിക്ക് നമ്മുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് പ്രവർത്തകർക്ക് ആവേശോജ്വലമായ പ്രസംഗം നൽകിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവർ നമ്മൾ കാസർഗോഡ് നഗരസഭയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവർ നിർവഹിക്കുന്നു. അടുത്തതായി കാസർഗോഡ് ജില്ലാ പ്രഭാരി സംസ്ഥാന സെൽ കോർഡിനേറ്ററുമായ ശ്രീ VK സജീവൻ നമ്മളെ അഭിസംബോധന ചെയ്യും. അത് മാത്രം എൻ്റെ പേഴ്സണലായിട്ട് നേടേണ്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അധ്യക്ഷം വഹിക്കുന്ന കാസർഗോഡ് മുനിസിപ്പൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ വരപ്രസാദ്, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CK പത്മനാഭൻ, പാർട്ടിയുടെ
ബഹുമാന്യയായ ജില്ലാ അധ്യക്ഷ ശ്രീമതി എം എൽ ലക്ഷ്മി, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പി രമേശ്, മണ്ഡലം അധ്യക്ഷൻ ശ്രീ ഗുരുപ്രസാദ്, ശ്രീ ദയാനന്ദ, മറ്റ് സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കൺവെൻഷന്റെ ഉദ്ദേശത്തെക്കുറിച്ചൊക്കെ ഇവിടെ പപ്പേട്ടൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ നവനിർമ്മാണം കാസർഗോഡ് കാസർഗോഡ് എന്നുള്ള പേരിൽ നമ്മുടെ കാസർഗോഡ് നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന പ്രകടന പത്രിക കൂടി ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ തവണ നമ്മള് സീറ്റിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അതായത് ഞാൻ ഒന്നുകൂടെ അത് മലയാളീകരിച്ച് പറയാം, നമുക്കും വേണം വികസിത കാസർഗോഡ് എന്നുള്ള മുദ്രാവാക്യം ജനങ്ങളിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ തവണ കാസർഗോഡ് നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കും എന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ, നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വളരെ നാളുകളായി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ആലോചിച്ച് ചിന്തിച്ച് ജനങ്ങളുടെ മുമ്പാകെ വെച്ച് വളരെ ഗൗരവ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പപ്പേട്ടൻ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കാരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ നെഞ്ചുപിരിച്ച് വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അവർ ഇരുകൈയും നീട്ടി നമ്മളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലും എത്തിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് നമ്മളെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ ഗുണങ്ങൾ എത്തിയിട്ടില്ല ഇനി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല, എനിക്കറിയാവുന്ന കാര്യമാണ്. നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നവരല്ല കേരളത്തിലെ സർക്കാർ. സാധാരണക്കാരന്റെ നട്ടല്ലൊടിച്ചിട്ടുള്ള വിലക്കയറ്റം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നട്ടല്ലൊടിച്ചിട്ടുള്ള ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. വിലക്കയറ്റം വലിയ പ്രശ്നമാണ്. വൈദ്യുതി കരം വർദ്ധിപ്പിച്ചു അല്ലേ? കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 7 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. അത് ടൈം ഓഫ് ദ ഡേ, TOD 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ 6 മണിക്ക് ശേഷം 6 മണി മുതൽ 10 മണി വരെ ഉപയോഗിക്കുന്ന കറണ്ടിന് ഇപ്പോൾ 25% കൂടുതലാണ്. അറിയില്ല നിങ്ങളാരും? ഞാനൊരു 4 കൊല്ലം മുമ്പേ 140 രൂപയാണ് എന്റെ വീട്ടിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 900 രൂപ. ഞാനൊരു വ്യത്യാസം പറഞ്ഞതാണ്. ഭയങ്കര പരിഷ്കാരമാണ് നടപ്പിലാക്കിയെന്ന് പറയുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഒരു റേറ്റ്, വൈകുന്നേരം 6 മുതൽ രാത്രി 10 മണി വരെ വേറൊരു റേറ്റ്, 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെ വേറൊരു റേറ്റ്, രാത്രി 10 മണിക്ക് ശേഷം പുലർച്ചെ 6 മണി വരെയാണ് നോർമൽ ചാർജ്. രാത്രി
10 മണിക്ക് ശേഷം പുലർച്ചെ 6 മണി വരെയാണ് നോർമൽ ചാർജ്. നിങ്ങൾ ആരെയും മനസ്സിലാക്കിയിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ? എന്ത് വർധനയാണ് ഇലക്ട്രിസിറ്റി ചാർജിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? വെള്ളക്കാർ വർദ്ധിപ്പിച്ചു, വിലക്കയറ്റം പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ ആശാ വർക്കർമാർക്ക് ഒരു 100 രൂപ കൂട്ടി കൊടുക്കാൻ പറഞ്ഞാൽ ഇവർക്കില്ല. കണ്ണൂരിലെ കൊലപാതക കേസിൽ പെട്ടിട്ടുള്ള പ്രതികൾക്ക്